നമസ്കാരം. 1199 മീനം 31 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 8:51 മകീരം 4-ാം പാദത്തിൽ സൂര്യസംക്രമണത്താൽ ഓരോ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വന്നു ചേരുന്ന ശുഭകരവും അശുഭകരവുമായ ഫലങ്ങളുണ്ട്. ഇതിൽ അനിഴം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട വിഷുഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്നാൽ അനിഴം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ചില നക്ഷത്രക്കാരെ നിങ്ങൾ ഒപ്പം നിർത്തുന്നത് നിങ്ങൾക്ക് അതീവ ശുഭകരമാണ്. അതേപോലെ ചില നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കാരണം നിരവധിയാർന്ന അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു സമയമാണ് വിഷു മുതൽ എന്ന കാര്യം ഓർക്കുക. പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. പ്രവൃത്തികളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ അവസരങ്ങളാണ് വന്നു ചേരുക. കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. അതിനാൽ തന്നെ കാര്യവിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഇത്തരത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടുന്നതിനാൽ തന്നെ മനസ്സിന് സന്തോഷവും വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക. പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും നിരവധിയാർന്ന ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാം. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല പ്രശ്നങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാത്തതായ അവസ്ഥ, ഒന്നിനു പുറകെ ഒന്നായ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സുഖകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ് വിഷു മുതൽ എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തന്മൂലം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പല രീതിയിലുള്ള പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ശത്രുദോഷം ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുന്നതായ സമയമാണ് വിഷു മുതൽ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. വിഷു മുതൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു സമയം എന്ന് തന്നെ പറയാം. ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും സാമ്പത്തികമായ വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ചില വായ്പകൾ കൊടുത്തു തീർക്കുവാൻ അല്ലെങ്കിൽ വായ്പകൾ അടച്ചു തീർക്കുവാൻ സമയം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ അനുകൂലമാണ് സമയം. ബിസിനസ്സിലൂടെ പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. പുതിയ കരാറുകൾ ലഭിക്കുക, തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക, ബിസിനസ്സിൽ പരാജയങ്ങൾ മറന്ന് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് വിഷു മുതൽ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പ്രവൃത്തി ഗുണം വന്നു ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. പ്രവൃത്തികളിൽ വളരെയധികം നേട്ടങ്ങൾ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക, തന്മൂലം നേട്ടങ്ങൾ ഇരട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. സ്ഥാനമാനങ്ങൾ തേടിയെത്തുക, സ്ഥാനോന്നതി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന ഒരു വിശേഷപ്പെട്ട സമയം തന്നെയാണ് വിഷു മുതൽ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വിദേശത്ത് പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും തന്മൂലം നേട്ടങ്ങൾ വളരെയധികം സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക.
നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന ദേവതയെ ആരാധിക്കുക എന്ന കാര്യമാണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല ദുരിതങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിഷ്ണു ഭഗവാനെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്. വിഷ്ണു ഭഗവാനെ ഭജിക്കുക. വിഷ്ണു സഹസ്രനാമം നിത്യവും കേൾക്കുകയോ അഥവാ ശ്രവിക്കുകയോ നിത്യവും പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമി അഥവാ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ നിത്യവും ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. വന്നു ചേരേണ്ട ദുരിതഫലങ്ങളെപ്പോലും അകറ്റുവാൻ ഇത്തരത്തിൽ ദർശനം നടത്തുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ചില നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നൽകുന്നവരാകുന്നു. ഇവരെ നിങ്ങളോടൊപ്പം നിർത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുക വളരെയധികം ഉയർച്ചയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യവിജയം, സ്ഥാനോന്നതി, കൂടാതെ ഏത് കാര്യങ്ങളിലും വിജയം അനായാസമാക്കി തീർക്കുവാൻ സഹായകരം കൂടിയാണ് ഇവർ. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരെ കൂടെ നിർത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഇവർ നൽകുന്നതായ ഉപദേശം നിങ്ങളെ ഉയർച്ചയിൽ എത്തിക്കും. അതേപോലെ ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് സൗഭാഗ്യങ്ങൾ നേടിത്തരുന്നതിന് സഹായകരമാണ്. ഇവർ നിങ്ങളുടെ സുഹൃത്തുക്കളായി ഉണ്ട് എങ്കിൽ രോഹിണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇവർ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ സഹപ്രവർത്തകരാണ് എങ്കിൽ ഇവരുടെ ഉപദേശത്താൽ ഇവർ നിങ്ങളെ പല കാര്യങ്ങളിലും സഹായിക്കുകയും ഉപദേശത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ രോഹിണി നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇടവം രാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുന്നതും അതീവ ശുഭകരമാണ്. മുൻപ് പരാമർശിച്ച രീതിയിൽ തന്നെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പരാജയപ്പെടേണ്ട കാര്യങ്ങൾ പോലും ഇവരുടെ സഹായത്താൽ വിജയിപ്പിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുക. അതേപോലെ മകീരം നക്ഷത്രത്തെയും ഒപ്പം നിർത്തുക. ഇടവം രാശിയിൽ വരുന്ന മകീരം നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തും. ഏതൊരു കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും വിജയം അനായാസമാക്കി തീർക്കുവാനും ഇവരാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രവൃത്തി വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ ഇവർ മൂലം ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവരുടെ സഹായത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ ഇവർ നൽകുന്ന ഉപദേശത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവരെ ഒപ്പം നിർത്തുകയാണ് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യം തീർച്ചയായും അനിഴ നക്ഷത്രക്കാർ ഓർത്തിരിക്കുക. ശുഭകരമായ ഫലങ്ങൾ നൽകുന്നത് പോലെ തന്നെ ചില നക്ഷത്രക്കാർ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതാണ്. അഥവാ ഇവർ മൂലം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന് പറയാം. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവർ മനഃപൂർവ്വമല്ലാതെയും ഇവർ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളാലും ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഇവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. അറിയാതെയും സംഭവിക്കാം. പ്രധാനപ്പെട്ട നക്ഷത്രക്കാർ ഇവരാണ്. ആദ്യത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. കൂടാതെ ഭരണി, അശ്വതി, മിഥുനം രാശിയിൽ വരുന്ന പുണർദം നക്ഷത്രം, മിഥുനം രാശിയിൽ തന്നെ വരുന്ന മകീരം നക്ഷത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടവം രാശിയല്ല, മിഥുനം രാശിയിൽ വരുന്ന മകീരം നക്ഷത്രം. ഈ രാശിക്കാർ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ പല ഫലങ്ങളും ഇവർ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളാൽ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കടബാധ്യതകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. തർക്കങ്ങൾ മൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൂടെ സാമ്പത്തികപരമായ ബാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇവരുടെ ഉപദേശത്താൽ പ്രവർത്തിക്കുകയും അത് നഷ്ടത്തിലും മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളിലും കലാശിക്കുവാൻ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ 2 വട്ടം ആലോചിച്ചതിന് ശേഷം ഏതൊരു പ്രവൃത്തിയും ചെയ്യുക എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
അതല്ല എങ്കിൽ ധനനഷ്ടം, മാനഹാനി തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ തീർച്ചയായും വിഷ്ണു ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങളും ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളും ജപിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.